മഴ തോരുമുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ പേപ്പർ വായിക്കുന്നു. അവിടേക്ക് 2 കപ്പ് കോഫിയുമായി നമ്മുടെ വൈജ വരുന്നുണ്ട്. പറയും, ദേ ഇതിൽ ജോലിക്കാരി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു പരസ്യം ഉണ്ടല്ലോ, നമുക്ക് ഇനി എന്തിനാ ജോലിക്കാരി? അല്ല, നീ അലീനെ പറഞ്ഞുവിടാൻ പോവല്ലേ ഇന്ന് എന്ന് പറയും. ഇന്ന് ഞാൻ ആരെയും പറഞ്ഞുവിടാൻ തീരുമാനിച്ചിട്ടില്ല. അതെന്താ, നീ ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്? ഇന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞോളൂ. നാളത്തെ കാര്യം തീരുമാനിച്ചിട്ട് പറയാം. പിന്നെ അവൾ എനിക്ക് മാത്രമല്ലേ ഇഷ്ടമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും അവൾ തലയിൽ കയറ്റി വെച്ചേക്കല്ല അവളെ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടെ ഒരു ചില്ലുകൂട് പണിത് അതിൽ കയറ്റിയിരുത്തി ഒരു മെഴുകുതിരിയും കത്തിച്ചേക്ക് എന്ന് പറഞ്ഞപ്പോൾ, എടി എല്ലാവരുടെ മനസ്സിൽ അവൾ കയറി പറ്റിയെന്നുണ്ടെങ്കിലേ അതൊരു ദോശ മറിച്ചിടുന്ന ലാഘവത്തോടെ നീ കാണണ്ട. അതിനും വേണം ഒരു കഴിവ് എന്ന് പറയും. ഓ, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറയും. പിന്നെ ഞാൻ നിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടേയിരിക്കുക. എന്നുവെച്ചാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയണത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞതെന്നുള്ളൂ. വേശ്യാസ്ത്രീ പ്രസംഗിക്കുന്ന പോലെ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്നൊക്കെ പറയുമ്പോൾ, ബാലേന്ദ്രൻ എന്നെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കെല്ലാം അറിയുള്ളൂ, എനിക്കറിയില്ലല്ലോ. എൻ്റെ വൈജി, ഞാൻ നിന്നെ എന്നോടെയും കാണാണ്, പെറ്റിട്ട് അന്നോടെയും കാണുന്നതാണ്. ഒരു പഴന്തുണിയിൽ കിടക്കണം നീ, പൊക്കിൽ കൂടി പോലും മുറിക്കാണ്ട് കിടക്കണം നിന്നെ കണ്ടു തുടങ്ങിയത്. നിന്നെ ഞാൻ ആകെ കാണാണ്ടിരുന്നിട്ടുള്ളത് നീ ആകെ 3 വർഷമാണ് ഈ ജീവിതത്തിനിടയ്ക്ക്. നീ ആഗ്രയിൽ പോയി പഠിച്ച 3 വർഷം നീ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, ഇത് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകെ അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് ആഗ്ര. അങ്ങനെ നിൻ്റെ മുഖം എന്താ വല്ലാണ്ടായെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ചാടി എഴുന്നേൽക്കും. നീ എന്താ പോണേ? പഴംപുരാണം കേട്ടിരിക്കുകയെങ്കിൽ നേരില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകണ്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് രോഹിത്ത് ഹരിശങ്കറിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ, ഒരു സംഭവം ഉണ്ടായി, ഒരു സർപ്രൈസ്. എന്താണെന്ന് ചോദിക്കും. എന്നോടേ റൂബി മിണ്ടിയടാന്ന് പറയും. ഓ, ഇതാണോ എന്ന് ചോദിക്കും. ആടെ കുറച്ച് പിണക്കല്ലായിരുന്നു, ഇപ്പോൾ അവൾ സമ്മതിച്ചു. എന്ത്? വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരാമെന്ന്. ആണോ? അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും വിളിക്കാം. 2 പേരും കൂടി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സ്നേഹിച്ചും മിണ്ടിയും പറഞ്ഞും. ഒറ്റയ്ക്കാകുമ്പോൾ അവരൊന്നിനും തയ്യാറാവില്ലടാ. 2 പേരും കൂടെ ആകുമ്പോൾ നമുക്കെല്ലാ കാര്യങ്ങളും നടക്കും. ആണോ? ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചു എന്ന് പറയും. ഇതൊന്നും പഠിക്കാൻ പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നും വേണ്ടാന്ന് പറയും. ആ സമയത്ത് നമ്മുടെ മനുവിൻ്റെ സഹോദരി വന്നിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്ത് കൊടുക്കില്ല. നീ നിൻ്റെ കാര്യം നോക്കി പോടി, അച്ഛൻ്റെന്നും മനുവേണ്ടേന്നും അമ്മരേന്നൊക്കെ കാശ് മേടിക്കാൻ നീ മിടുക്കല്ലേ, അതുകൊണ്ട് ഞാൻ റീചാർജ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഹരിശങ്കർ അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, പിന്നെ വേറെ സംഭവം ഉണ്ടായി, എന്താന്ന് ചോദിക്കും. അതെ, മുത്തശ്ശി ഒന്ന് വീണെന്ന് പറയും. അയ്യോ, എന്നിട്ട് എന്ത്, തണ്ടലിനൊക്കെ എന്തോ ബെൽറ്റൊക്കെ വെച്ച് കെട്ടി വന്ന് കിടക്കുന്നുണ്ട്, ഇനി തീരെ വയ്യാന്ന് പറയും. അപ്പം അതിനർത്ഥം അലീന ഇനി കുറച്ച് നാളും കൂടെ അവിടെ ഉണ്ടാവുന്നല്ലേ. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടടാ, പ്ലാൻ ചെയ്തും കഴിഞ്ഞിട്ട് 2 പേർക്കും കൂടി അവളെ തകർക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഞാൻ എന്തിനും റെഡിയാണ് അവളെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിനെ കാണിക്കുന്നത്, രേവതിക്കുട്ടി മുറി, നമ്മുടെ ജോമോൻ്റെ മുറിയൊക്കെ തുറന്ന് അതിൽ നിന്ന് ഡയറി എടുക്കുമ്പോൾ മരിച്ച വർഷം നോക്കിയപ്പോൾ 2019 ആ വർഷത്തെ ഡയറി എടുക്കും. അപ്പോൾ കണ്ടത് ഒരു കുമരകം റിസോർട്ടിൽ അവർ താമസിച്ചിട്ടുണ്ട്. ഭയങ്കര അതിശയായി. അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ ആ ഡയറി വായിച്ച് അങ്ങനെ ആ ഡയറിയും കൊണ്ട് നേരെ ഓടാണ് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസ് അമ്മരടുത്തേക്ക്. ആൻറ്റി, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കണ്ടേ. ഇതാരുടെ ഡയറിയാണ്? ജോമോൻ ചേട്ടൻ. നീ എന്തിനാ വല്ലവരുടെ ഡയറിയൊക്കെ എടുക്കണേ? നീ എന്തിനാ അത് ആവശ്യമില്ലാണ്ട് വായിക്കണമെന്ന് ചോദിക്കുന്നത്. അവർ 2 പേരും ഒന്നിച്ച് കുമരകം റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവർ ഒടുക്കത്തെ പ്രേമമായിരുന്നു എന്ന്. പ്രേമമായതുകൊണ്ടല്ലടി ഞങ്ങൾ അവരെ കല്യാണം നിശ്ചയിച്ചതെന്ന് പറയും. അതുമാത്രമല്ല ആൻറ്റി, അവരൊന്നിച്ച് താമസിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ അത് തന്നെ. പിന്നെ എന്ന് പറയും. പിന്നെ ആ ചേച്ചി ഗർഭിണിയായിരുന്നു എന്നൊരു സംശയമുണ്ട്. രേവതിക്കുട്ടി, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അതെ ആൻറ്റി, ദേ അതിനുള്ള കിറ്റൊക്കെ നോക്കാൻ വേണ്ടി കിറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ജോമോൻ ചേട്ടൻ ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയും. ഷെറിൻ്റെ വയറ്റിൽ എൻ്റെ മോൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, നീ എന്തീ പറയണേന്ന് ചോദിക്കും. ആകെ തകർന്ന പോലെയാവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. എടി വിവാഹം അങ്ങനെ ഞാൻ അറിയണില്ല, എന്തായാലും ജോമോൻ ചേട്ടൻ മരിച്ച നിലയ്ക്ക് കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുണ്ടാവാൻ 80% വഴിയെന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ ആകെ തകർന്നു പോകും. അല്ലാണ്ട് പിന്നെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ പ്രസവിക്കൂടിയെന്ന് ചോദിക്കും. പ്രസവിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടായതല്ലേ, അലീന ചേച്ചി അങ്ങനെ ഉണ്ടായതല്ലേ, ചിന്നുമോൾ അങ്ങനെ ഉണ്ടായതല്ലേ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് തോന്നി അത് സത്യമാണ്. എങ്ങനെ അറിയും മോളെ എന്നുറപ്പതേ, ഈ ഫോൺ കണ്ടോ, ഞാൻ എത്ര ചാർജ് ചെയ്തിട്ടും ചാർജ് കയറുന്നില്ല. ഇത് നമുക്ക് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ശരിയാക്കിക്കുക. അപ്പോൾ ഇതിൽ ചാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണും.
അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറയും. ആണോ? എന്നാൽ നമുക്ക് ജോസൂട്ടിയെ കൊടുത്തയക്കാം. ജോസൂട്ടിയെ കൊടുത്തയച്ചാൽ പറ്റില്ല, നമ്മൾ തന്നെ പോകണം, ഇതിനൊന്നും കളയരുതെന്ന് പറയണം, അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടാവും എന്ന് പറയും. എന്നാൽ ശരി, നീ റെഡിയാവും, നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ പോയി അത് നന്നാക്കാൻ കൊടുക്കണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ അമ്മ പറഞ്ഞ മനുവിന് കല്യാണം കഴിക്കാൻ ആലോചിച്ച ആ പെൺകുട്ടി മനു താമസിക്കുന്ന റൂമിലേക്ക് വരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനു ആകെ വല്ലാണ്ടാവുന്നുണ്ട്, വൃത്തികേടായി കിടക്കുന്നു. മാത്രമല്ല ഇവൾ ഇങ്ങോട്ട് വരുന്നു വിചാരിച്ചില്ല, നീ എന്താ ഇങ്ങോട്ട് വന്നത്, ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റുമെന്നൊക്കെ മനു ഇഷ്ടക്കുറവോട് ചോദിക്കുന്നുണ്ട്. നീ എന്തായാലും ഇന്ന് വീട്ടിൽ പോകുമല്ലോ, അപ്പം ഞാനും കൂടി പോരും, അപ്പോൾ താമരശ്ശേരിയിൽ എനിക്ക് ഇറങ്ങാമല്ലോ, അപ്പം രണ്ടുപേരും കൂടെ ഫ്രീ ആയിട്ട് സംസാരിച്ചൊക്കെ പോകാമെന്ന് പറയും. ഇടി ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല, ഞാൻ 11 മണിയാവും പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അലക്കാൻ തുണികളൊക്കെ വാഷ് ചെയ്യുന്നപ്പോൾ അതൊക്കെ നീ വീട്ടിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്താൽ മതി, നീ വായോ എന്ന് പറയും. അങ്ങനെ നിർബന്ധിക്കിന്. അങ്ങനെ ആ പെണ്ണിനെയും കൊണ്ട് പോകാൻ, എന്തായാലും നീ എന്നെയും കൊണ്ട് പോകണല്ലേ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ, പോണ വഴിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജോസുട്ടി മൊബൈൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും. എന്നിട്ട് രേവതിക്കുട്ടിയുടെ കൈ കൊടുക്കൂല, നമ്മുടെ ഗ്രേസ് അമ്മയെ കൊടുക്കുമ്പോൾ അവരുടെ മോൻ്റെ ഇനി അവർ പിടിച്ചോളും, വല്ലവരും പിടിക്കണ്ട, ഞാൻ വല്ലവരും ഒന്നല്ല, ഞാൻ എനിക്ക് അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ടെന്ന് പറയും. എന്നാൽ ശരി എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് ആ ഫോൺ ഗ്രേസ് അമ്മയിൽ കൊടുക്കും. ഗ്രേസ് അമ്മ അങ്ങനെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.